നീ ഫോൺ തൊട്ടാ നീ വിവരം അറിയും കേട്ടാ. നീ ഫോൺ തൊട്ട് സംസാരിക്ക കേട്ടാ. ശരി, നീ ചെയ്യാനുള്ള ചെയ്. ആയിക്കോട്ടെ. 11 മണിക്ക് മുമ്പാണ് വന്ന് നിനക്ക് പൈസ എന്നിട്ടാണ് കഴിക്കണേ. ശരി, നീ ചെയ്യാനുള്ള ചെയ്. ആയിക്കോട്ടെ. 11 മണിക്ക് മുമ്പാണ് വന്ന് നിനക്ക് പൈസ എന്നിട്ടാണ് കഴിക്കണേ. പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂരിലെ ടി ബാർ വളരെ പ്രശസ്തമാണ്, ഫേമസ് ആണ്. തൃശ്ശൂരിൽ അറിയപ്പെടുന്ന ഒരു ബാറാണ്. എല്ലാവർക്കും, തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ച് കാലങ്ങളായി തൃശ്ശൂരിൽ ഉള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ബാറാണ്. തൃശ്ശൂർ ടി ബാറിലെ ഒരു ജീവനക്കാരൻ്റെ പെരുമാറ്റം ഈ ബാറിൻ്റെ തന്നെ പേര് കളങ്കപ്പെടുത്തുന്നതിന് തുല്യമായിരിക്കുകയാണ്. രാത്രി 11 മണി വരെ പ്രവർത്തിക്കുന്നതാണ് ബാറുകളെന്ന് എല്ലാവർക്കും അറിയാം. 11 മണി വരെ പ്രവർത്തിക്കാൻ ഓർഡറുള്ളതാണ്. 10:50 ചെല്ലുന്ന ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങാൻ പൈസ കൊടുക്കുമ്പോൾ അവർ ബില്ലടിച്ച് ആ പൈസ വാങ്ങി ബില്ലടിച്ച് കൊടുത്ത് അയാൾ ആ കൗണ്ടറിൽ നിന്ന് സാധനം കഴിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഈ വീഡിയോ പ്രകാരം ആ വ്യക്തിയെ വേഗം കഴിച്ചിട്ട് പോടോ, അടച്ചിട്ട് പോകണോ, വേഗം കഴിച്ചിട്ട് പോകാൻ നോക്കണോ, തന്നെ കാത്തിരിക്കുകയല്ല ഇവിടെ പണി എന്ന് പറഞ്ഞുള്ള രീതിയിൽ അപമര്യാദയായി ഒരു കസ്റ്റമറോട് പെരുമാറുന്ന ഒരു ജീവനക്കാരൻ എന്തിനാണ് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അവിടെ കയറുമ്പോൾ ബില്ലടിക്കാൻ പാടില്ല, പൈസ വാങ്ങിക്കാൻ പാടില്ല. 10:50 ബാറിൽ കയറിയ ഒരു വ്യക്തിയോട് ബില്ല് വാങ്ങി അയാൾക്ക് മദ്യം കൊടുത്തതിന് ശേഷം അയാളത് ഒഴിച്ച് കഴിക്കുന്ന സമയത്ത് അയാളോട് ഒന്ന് വേഗം കഴിച്ചിട്ട് പോടാ എന്നുള്ള രീതിയിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ചെയ്യുന്ന ഒരു ജീവനക്കാരൻ ഈ ബാറിൻ്റെ പേര് കളങ്കപ്പെടുത്തുന്നു. ഈ ജീവനക്കാരനെ ഞങ്ങൾ തുറന്നു കാണിക്കുന്നു, നിങ്ങൾ കാണുക. നിങ്ങൾ പോകുമ്പോൾ ചോദിച്ചാൽ അവൻ വായിൽ കൊള്ളാത്ത തെറിയായിരിക്കും പറയുക. മൊബൈൽ തട്ടിപ്പറിക്കുന്നു, തെറി പറയുന്നു. പൈസ കൊടുത്ത് കഴിക്കാൻ ചെല്ലുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇതാണോ ടി ബാർ വളർത്തുന്ന സംസ്കാരം? തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഷെയർ ചെയ്യണം. കാരണം ഇത് യാതൊരുവിധ ന്യായമില്ലാത്ത കാര്യമാണ്. സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങി വരുമ്പോൾ എന്തായി സാർ, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നു വീഡിയോ അയച്ചയാൾ. എന്നാൽ ഈ വ്യക്തി വളരെ അപമര്യാദയായി വായിക്കൊള്ളാത്ത തെറിയും പറഞ്ഞ് മൊബൈൽ തട്ടിപ്പറിച്ച് മൊബൈൽ എടുക്കേണ്ടി വരും. കാരണം തെറി പറയുന്നവൻ്റെ വീഡിയോ മൊബൈലിൽ എടുക്കേണ്ടി വരും. അതും യാതൊരു ന്യായവുമില്ലാതെ തെറി പറയുന്നവൻ്റെ, കഴിക്കാൻ വന്നവൻ്റെ മുഖത്ത് നോക്കി തെറി പറയുന്നവൻ്റെ വീഡിയോ എടുക്കണ്ടേ? അപ്പോൾ ടി ബാർ ഈ ജീവനക്കാരനെ ശ്രദ്ധിക്കുക, ബാറിൻ്റെ ഉടമകൾ ശ്രദ്ധിക്കുക. വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക. താങ്ക് യു. നീ ഫോൺ തൊട്ടാ നീ വിവരം അറിയും കേട്ടാ. നീ ഫോൺ തൊട്ട് സംസാരിക്ക കേട്ടാ.